السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، وصلى الله وسلم على خير خلقه محمد وعلى آله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, നേതാക്കളെ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചു പോന്നിട്ടുള്ള ആദർശ സംവാദങ്ങളുടെ ഒരു വിശകലനവും വിശദീകരണവും നടത്തപ്പെടുന്ന ഈ ഒരു വേദിയിൽ അഹ്ലുസുന്നയും കേരളത്തിലെ മുസ്ലിം സംഘടനകളും എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനാണ് ഈ ഉള്ളവൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വിഷയത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുവാനാണ് ഉദ്ദേശിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ആ പദപ്രയോഗം അർത്ഥമാക്കുന്നത് മഹത്തായ ഒരു തത്വമാണ്. അത് മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുവാൻ അർഹനായിട്ടുള്ളത് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകുന്നു, അല്ലെങ്കിൽ അവൻ മാത്രമാണ്. അവൻ തെരഞ്ഞെടുക്കുന്ന ദൈവദൂതന്മാരിലൂടെയും ആ ദൈവദൂതന്മാർക്ക് അവൻ അവതരിപ്പിച്ചു കൊടുക്കുന്ന വേദഗ്രന്ഥങ്ങളിലൂടെയുമാണ് മാനവ സമൂഹം സ്വീകരിക്കേണ്ടുന്ന വിശ്വാസങ്ങൾ എന്താണ്, ആചാരങ്ങൾ എന്താണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ എപ്രകാരമാണോ നമുക്ക് മതം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, വേദഗ്രന്ഥങ്ങൾ ഏതൊരു വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും സ്വീകരിക്കുവാനാണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, അതിൽ നിന്ന് ഒരു തരിമ്പ് പോലും വ്യതിയാനം സംഭവിക്കാതെ അതങ്ങനെ തന്നെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം. പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് അതിപ്രകാരമല്ലായിരുന്നു സൃഷ്ടിക്കപ്പെടേണ്ടത് എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ, പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു സംവിധാനങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങൾക്കോ നമ്മുടെ തീരുമാനങ്ങൾക്കോ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ലെങ്കിൽ, അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ള ഇസ്ലാം എന്ന മതത്തിന്റെ വിശ്വാസത്തിലോ ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുവാനുള്ള അവകാശം നമുക്കില്ല. കാരണം രണ്ടിൻ്റെയും സ്രഷ്ടാവ്, രണ്ടിൻ്റെയും ദാതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. സൂറത്തു ശൂറയിലെ ഈ വിഷയത്തിലെ ശ്രദ്ധേയമായ ഒരു വചനം നമുക്കിങ്ങനെ വായിക്കാം: വമഖ്തലഫ്തും ഫീഹി മിൻ ശൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ് ദാലികുമുല്ലാഹു റബ്ബി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. നിങ്ങൾ ഏതൊരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലാണോ അതിൻ്റെ ഹുക്മ്, അതിൻ്റെ വിധി ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദാലികുമുല്ലാഹു റബ്ബി, അവനാകുന്നു എൻ്റെ രക്ഷിതാവായ അല്ലാഹു, അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്, ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നു, അവനിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവനുമാകുന്നു. പിന്നെ പറയുന്നത് ഫാത്തിറുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാണ് അല്ലാഹു. മതം ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്.
അതുകൊണ്ട് ആരാണോ ആകാശത്തെ സൃഷ്ടിച്ചത്, ആരാണോ ഭൂമിയെ സൃഷ്ടിച്ചത്, ആരാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്, ആരാണോ മനുഷ്യന് മതം നൽകിയത്, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മതപരമായ ഏത് വിഷയങ്ങളിലും തീരുമാനിക്കാൻ അധികാരമുള്ള ഹാക്കിം എന്നാണ് ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അവകാശം അല്ലാഹു അല്ലാത്ത ആർക്ക് കൽപ്പിച്ച് നൽകിയാലും അതവർക്കുള്ള ഇബാദത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തത്. അതിന് തെളിവായിട്ടുള്ള ആയത്ത് സൂറത്തു തൗബയിലെ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ ഇബ്നു മറിയം, അവരിലെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഈസ ഇബ്നു മറിയമിനെ അവർ ആരാധിക്കുന്നുണ്ട്, പക്ഷേ പണ്ഡിതൻ പുരോഹിതന്മാർക്ക് നൽകുന്ന ഇബാദത്ത് എന്താണ്? അവരെ എപ്രകാരമാണ് റബ്ബാക്കി തീർക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, പ്രവാചകന്മാർ ഹലാലാക്കിയതിനെ ഹറാമാക്കാനുള്ള അധികാരം പണ്ഡിത പുരോഹിതന്മാർക്കുണ്ട് എന്നവർ മനസ്സിലാക്കി. പ്രവാചകന്മാർ ഹറാമാക്കിയതിനെ ഹലാലാക്കിയവർ, പ്രവാചകന്മാർ ഹലാലാക്കിയതിനെ അവർ ഹറാമുമാക്കി. അങ്ങനെ ഹറാമിനെ ഹലാലും ഹലാലിനെ ഹറാമുമാക്കാനുള്ള അധികാരം അള്ളാഹുവിന് പുറമെ ഞങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിത പുരോഹിതന്മാർക്കുമുണ്ട് എന്ന വിശ്വാസം, അത് ഫതിൽക ഇബാദതുഹും ഇയ്യാഹും, അവർക്കുള്ള ഇബാദത്താണ്, അവർക്കുള്ള ആരാധനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് സൂറത്തു ശൂറയിൽ അല്ലാഹു വീണ്ടും ചോദിക്കുന്നത്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, അല്ലാഹുവിന്റെ പെർമിഷൻ ഇല്ലാത്ത കാര്യങ്ങൾ മതപരമായി നിശ്ചയിച്ചു തരുന്ന പങ്കുകാർ, ശരീക്കുകൾ അവർക്കുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാനുള്ള കാരണം, മതപരമായ വിഷയത്തിൽ തീരുമാനിക്കാനുള്ള അധികാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ജനങ്ങൾക്ക് ആ വിഷയത്തിൽ യാതൊരു നിലക്കും അധികാരമില്ല. എന്തിനേറെ പറയണം, പ്രവാചകന്മാരായ ആളുകൾക്ക് പോലും അള്ളാഹുവിന്റെ ദീനിൽ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുവാൻ സാധ്യമല്ല എന്നാണ് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന റജുലൻ ഖാല, ഒരു വ്യക്തി അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ ബുൽദാനി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം, സ്ഥലം, മക്കാൻ അതേതാണ്? അതുപോലെ തന്നെ അയ്യുൽ ബുൽദാനി അബ്ഗളു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള വെറുപ്പുള്ള സ്ഥലം ഏതാണ് എന്നും ചോദിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, ലാ അദ്രി ഹത്താ അസ്അല ജിബ്രീൽ, ജിബ്രീലിനോട് ചോദിക്കാതെ എനിക്ക് ആ വിഷയത്തിൽ മറുപടി പറയാൻ സാധ്യമല്ല. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ശരിയാണ്, ഞാൻ നബിയാണ്, ശരിയാണ്, പക്ഷേ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ ഒരു വിഷയം പറയാൻ എനിക്ക് സാധ്യമല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്. കാരണം മതപരമായ വിഷയങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അത് പ്രവാചകനുണ്ട് എന്ന് കരുതപ്പെട്ടാൽ, അത് മറ്റുള്ള ആളുകൾക്ക് ഉണ്ട് എന്ന് കരുതപ്പെട്ടാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് തുല്യമാണ് എന്നാണ് സൂറത്തു തൗബയിലെ ആയത്തും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ അതാ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു ഒരു വിഷയത്തെ സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഖാല ഖീല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു, അലാ തഖൂലു ഫീഹാ ബിറഅയിക്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞുകൂടെ ഈ വിഷയത്തിൽ? നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള നസ്സ് അറിയില്ലെങ്കിലും, ആ വിഷയത്തിലെ ഹദീസ് നിങ്ങൾക്കറിയില്ലെങ്കിലും, ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാകുമല്ലോ, ആ അഭിപ്രായം നിങ്ങൾക്ക് പറയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ വളരെ ശ്രദ്ധേയമായ മറുപടി, ഇന്നി അസ്തഹ്യി മിനല്ലാഹി അസ്സ വജൽ
അൻ യുദാന ഫിൽ അർളി ബിറഅയി, ഞാൻ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കുന്നു എന്റെ ഒരു അഭിപ്രായം മതമായി ജനങ്ങൾ കൊണ്ടു നടക്കുക എന്നത്. ഞാൻ പറയുന്ന ഒരു അഭിപ്രായം അനുസരിച്ച് അത് മതമാണെന്ന് കരുതി ജനങ്ങൾ അത് കൊണ്ടു നടക്കുക. അങ്ങനെ അള്ളാഹു പറഞ്ഞതും ദീന്, ഞാൻ പറഞ്ഞതും ദീന്, അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചതും ദീന്, ഒരു വിഭാഗത്തിന്റെ താല്പര്യവും ദീന്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച, ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച, ദൃശ്യവും അദൃശ്യവും അറിയാവുന്ന, ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് മതത്തിൽ അഭിപ്രായം പറയുവാൻ സ്വാതന്ത്ര്യമുള്ളത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. മുഅ്മിനായ ഒരാണിനോ മുഅ്മിനായ ഒരു പെണ്ണിനോ അള്ളാഹുവും റസൂലും ഒരു വിഷയത്തിൽ തീരുമാനം പറഞ്ഞാൽ പിന്നെ അതിൽ സ്വന്തമായ ഒരഭിപ്രായം ഒരു നിലക്കും ഉണ്ടാകുവാൻ പാടില്ല. ഇപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതപ്പടി അങ്ങനെ തന്നെ സ്വീകരിക്കുകയും അതിനെ ദുർവ്യാഖ്യാനിക്കാതിരിക്കുകയും സ്വന്തമായ അഭിപ്രായങ്ങൾ അതിലേക്ക് കടത്തിക്കൂട്ടാതിരിക്കുകയും ചെയ്യുക എന്ന ആശയത്തിനാണ് യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. കാരണം അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ ആളുകൾ എന്നാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ചര്യയാക്കിയതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. വൽ ജമാഅ എന്ന് പറഞ്ഞാലോ അൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ ഏതൊരു വിഷയത്തിലാണോ ഇജ്മാഅോടുകൂടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് ആ ഒരു വിഷയത്തെ സ്വീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിന്റെ റസൂലിനാണ് അള്ളാഹു വഹി നൽകിയിട്ടുള്ളത്. ആ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് എന്തൊരു കാര്യമാണോ പഠിപ്പിച്ചു കൊടുത്തത് അതങ്ങനെ തന്നെ മനസ്സിലാക്കുകയും അതങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയും അതങ്ങനെ തന്നെ ആചരിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൽ ഇങ്ങനെ പറഞ്ഞത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബാദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ആദർശം എന്താണ് എന്ന്, ഹിദായത്ത് എന്താണ് എന്ന് പ്രവാചകനിലൂടെ പഠിച്ചതിന് ശേഷം ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെതിരിൽ പ്രവർത്തിച്ചാൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ, ഇവിടെ മുഅ്മിനുകളായ ആളുകൾ എന്ന് ഈ ആയത്ത് അവതരിക്കുമ്പോൾ ആരെക്കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അത് സംശയമില്ല മഹാന്മാരായ സ്വഹാബികളെ കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മഹാന്മാരായ സ്വഹാബികൾ സ്വീകരിച്ച മാർഗവും അതിനപ്പുറത്തുള്ള ഒരു വഴി ആര് സ്വീകരിച്ചാലും അവൻ തിരഞ്ഞെടുത്തേക്ക് നാം അവനെ തിരിച്ചുവിടും, അവൻ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും, കത്തിയെരിയേണ്ടി വരും എന്നാണ് ഈ ആയത്ത് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്നോണം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീൽ ഇഫ്തറഖു അലാ 71 മില്ല. ബനു ഇസ്രായേലുകൾ അവർ 71 കക്ഷികളായി പിരിഞ്ഞു. മറ്റൊരു റിവായത്തിൽ 72 കക്ഷികളായി നസ്രാണികളും പിരിഞ്ഞു എന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല കുല്ലുഹാ ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ. എന്നാൽ എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും, എല്ലാവരും നരകത്തിലായിരിക്കും, ഒരു മില്ലത്ത് മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. വല്ലാത്ത ഒരു വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. സമൂഹത്തോട് കാരുണ്യമുള്ളവനാണ് അള്ളാഹുവിന്റെ റസൂൽ. ഈ ഉമ്മത്ത് എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ യാഥാർത്ഥ്യം പോലെ പറയാതിരിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർവാഹമില്ലല്ലോ. അതുകൊണ്ട് എല്ലാ ആളുകളും സ്വർഗത്തിൽ, ഒരു വിഭാഗം മാത്രമേ നരകത്തിൽ പോകൂ എന്ന് പറയാതെ എല്ലാ വിഭാഗങ്ങളും അതിൽ നരകത്തിലായിരിക്കും, ഒരു വിഭാഗത്തിന് മാത്രമേ സ്വർഗത്തിൽ പോവാൻ സാധിക്കുകയുള്ളൂ. ആരാണ് ആ വിഭാഗം എന്ന്
എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഭാവത്തിന്റെ പേരാണ് പറഞ്ഞത്, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞില്ല, ഒരു വിഭാഗത്തിന്റെ പേര് പറഞ്ഞില്ല, ഒരു സ്വഭാവത്തിന്റെ പേരാണ് പറഞ്ഞത്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മില്ലത്താണോ പിൻപറ്റിയത് അതേ രൂപത്തിൽ അഖീദ ഉൾക്കൊള്ളുന്ന, അതേ രൂപത്തിൽ ആചാര അനുഷ്ഠാന സ്വഭാവ മര്യാദകൾ സ്വീകരിക്കുന്ന വിഭാഗങ്ങൾ ആരാണോ അവർ മാത്രമായിരിക്കും സ്വർഗത്തിൽ. എന്നാൽ പ്രവാചകന്റെ ചര്യയിൽ നിന്ന് വ്യത്യസ്തമായി അഥവാ സുന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി, സ്വഹാബികളുടെ മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായി അഥവാ മൻഹജു സലഫിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാർഗം ആരു സ്വീകരിച്ചാലും അത് നരകത്തിലേക്കുള്ള മാർഗമായിരിക്കും എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല അത് തന്നെയാണ് ഇഫ്തിറാഖിന്റെ അടയാളം എന്ന്, ഭിന്നതയുടെ അടയാളമെന്ന്, ഇഖ്തിലാഫിന്റെ അടയാളമെന്ന്, ഷിഖാഖിന്റെ അടയാളമെന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ഷിഖാഖ്. സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങളെല്ലാവരും വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കും. എന്നാൽ ആ ഒരു വഴിയിൽ നിന്ന്, സ്വഹാബികളുടെ മൻഹജിൽ നിന്ന്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽ നിന്ന് ആര് തെറ്റിയോ ഫഇന്നമാ ഹും ഫീ ഷിഖാഖ്, അവരാണ് യഥാർത്ഥത്തിൽ ഭിന്നതയുടെ ആളുകൾ. അവർ തീർച്ചയായും ഭിന്നതയിൽ തന്നെ ആയിരിക്കും, ഒരിക്കലും അവർ ഐക്യത്തിലായിരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബ് എന്തൊരു മതമാണോ നമുക്ക് നൽകിയത്, ആ മതത്തെ അങ്ങനെ തന്നെ പ്രവാചകനിലൂടെ, വേദഗ്രന്ഥത്തിലൂടെ, സ്വഹാബികളിലൂടെ പഠിച്ചു മനസ്സിലാക്കി ആചരിക്കുന്ന രീതിശാസ്ത്രത്തിനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള ഏതൊരു വ്യതിയാനവും, അഖീദയിലും മൻഹജിലുമുള്ള ഏതൊരു വ്യതിയാനവും ഈ ഒരു കൃത്യമായ മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനമായി തീരുകയും അത് നരകത്തിലേക്കുള്ള പാതയൊരുക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങൾ വഴിതെറ്റിപ്പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സുന്നത്തിന്, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്കും സ്വഹാബികളുടെ ധാരണകൾക്കും, അഥവാ സ്വഹാബികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ധാരണകൾക്കും വിരുദ്ധമായി സ്വന്തമായ അഭിപ്രായങ്ങൾക്കും നിഗമനങ്ങൾക്കും സ്ഥാനം നൽകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇസ്ലാമിക സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ വ്യത്യസ്ത കക്ഷികളായി പിരിയും എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം ഒരു വാചകം കൂട്ടിച്ചേർത്തു. അഥവാ അഹ്വാഇന്റെ ആളുകൾ, സ്വന്തം ഹവയുടെ ആളുകൾ, സ്വന്തം ഇഷ്ടപ്രകാരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, സ്വന്തം ബുദ്ധിക്കനുസരിച്ച് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന് ആ ഹദീസിന്റെ ലഫ്ളിൽ പ്രത്യേകമായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. നസ്രാനികൾ 72 കക്ഷികളായി പിരിഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലും സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറയുന്നു. അവിടെ അവരുടെ മില്ലത്തിനെ കുറിച്ച് പറയവേ അല്ലാഹു ഇങ്ങനെ പറഞ്ഞത് നമുക്ക് കാണാം. വലൻ തർദ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം. യഹൂദരും ക്രിസ്ത്യാനികളും നിങ്ങൾ അവരുടെ മില്ലത്ത് പിൻപറ്റുന്നത് വരെ തൃപ്തിപ്പെടുകയില്ല. ആ മില്ലത്തിനെ കുറിച്ച് പിന്നെ അല്ലാഹു പറഞ്ഞത് അഹ്വാഅഹും, അവരുടെ തന്നിഷ്ടങ്ങൾ എന്നാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ദീനിനെ വ്യാഖ്യാനിക്കുക, സ്വന്തം ബുദ്ധി അനുസരിച്ച് ദീനിനെ വ്യാഖ്യാനിക്കുക, ഖുർആനിനെയും ഹദീസിനെയും സലഫു സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയ ആശയങ്ങളെയും അവനവന്റെ അഭിപ്രായത്തിനനുസരിച്ച് തള്ളുകയോ കൊള്ളുകയോ ചെയ്യുക എന്ന നിലപാട്, അതാണ് അവർ ഭിന്നിച്ചു പോകാനുള്ള കാരണം എന്ന് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും തെളിയിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു വിഷയത്തിലുള്ള അഭിപ്രായം പറയുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ വഫാക്കിഹതൻ വഅബ്ബ എന്നതിലെ അബ്ബ് എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അയ്യു അർളിൻ തുഖില്ലുനി വഅയ്യു സമാഇൻ തുളില്ലുനി ഇദാ ഖുൽതു ഫീ കിതാബില്ലാഹി മാ ലാ അഅലം. ഏത് ഭൂമിയാണ് എന്നെ താങ്ങുക, ഏത് ആകാശമാണ് എനിക്ക് തണൽ നൽകുക, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അറിവില്ലാതെ ഒരു വിഷയം ഞാൻ പറഞ്ഞാൽ ഏതാകാശമാണ്, ഏത് ഭൂമിയാണ് എന്നെ താങ്ങുക എന്ന് അദ്ദേഹം ചോദിച്ചതായി നമുക്ക്
നമുക്ക് കാണാൻ സാധിക്കും. ഒരു റിവായത്തിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്. എന്താണത്? ഇദാ അന ഖുൽതു ഫീ ആയത്തിൻ മിൻ കിതാബില്ലാഹ് ബിഗൈരി മാ അറാദല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹാ. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു മുറാദ് ഞാൻ എങ്ങനെ പറയും? അല്ലാഹു ഒരു ആയത്തിൽ എന്ത് മുറാദാണോ പറഞ്ഞത് ആ മുറാദിന് വിരുദ്ധമായി ആ ആയത്തോതിയിട്ട് ഞാൻ എങ്ങനെയാണ് പറയുക? ഓതുന്നത് ശരിയായ ആയത്തായിരിക്കും, പറയുന്നത് ശരിയായ ഹദീസായിരിക്കും. പക്ഷേ അതിന്റെ മുറാദ് അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ആയത്തിന്നതാണ്, പക്ഷേ വ്യാഖ്യാനം ഇങ്ങനെയാണ്, ഹദീസ് എന്നതാണ്, എന്നാൽ വ്യാഖ്യാനം ഇങ്ങനെയാണ് എന്ന് ഞാൻ എങ്ങനെ പറയും? അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഏത് ഭൂമി എന്നെ താങ്ങും, ഏത് ആകാശം എനിക്ക് തണൽ നൽകും എന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹു തആല, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞതായി അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ആമന്നാ ബില്ലാഹി വബിമാ ജാഅ അനില്ലാഹി അലാ മുറാദില്ലാഹി വആമന്നാ ബിറസൂലില്ലാഹി വബിമാ ജാഅന റസൂലില്ലാഹി അലാ മുറാദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ അല്ലാഹുവിൽ നിന്ന് വന്ന എല്ലാ ആയത്തുകളിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്ങനെ? അലാ മുറാദില്ലാഹി, അല്ലാഹു എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ ആ ആയത്തിറക്കിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അവതരിപ്പിച്ചു കൊടുത്തത്, ആ മുറാദിൽ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആയത്തിൽ മാത്രമല്ല, അതിന്റെ ഉദ്ദേശത്തിലും അതിന്റെ വ്യാഖ്യാനത്തിലും അതിന്റെ തഅ്വീലിലും ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്താണോ ലഭിച്ചിട്ടുള്ളത്, ആ സുന്നത്തിൽ വന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഏതൊരു മുറാദിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞിട്ടുള്ളത്, അതേ മുറാദിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ അത് വിശ്വസിക്കും എന്ന നിലപാടാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. സഹോദരങ്ങളെ, ഈ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അതിനു വിരുദ്ധമായി നമുക്കെതിരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ കേരളക്കലയിൽ യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ഈ ഒരു നിലപാട് സ്വീകരിച്ച ആളുകളാണ്. അവർക്ക് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടിനോട് വളരെ വലിയ പുച്ഛമാണ് അവർക്കുള്ളത്. മൻഹജുസ് സലഫിനോട് അവർക്ക് വലിയ പുച്ഛമാണ് ഉള്ളത്. അതൊരു അഞ്ചാം മദ്ഹബാണ് എന്ന് വരെ പറഞ്ഞുകൊണ്ട് പരിഹസിച്ച് അതിനെ തള്ളുകയും ഖുർആനിനെയും ഹദീസിനെയും അള്ളാഹുവിന്റെ മുറാദ് അനുസരിച്ചല്ല, റസൂലുള്ളാഹിന്റെ മുറാദ് അനുസരിച്ചല്ല, ഞങ്ങളുടെ മുറാദ് അനുസരിച്ച് ഞങ്ങൾ വ്യാഖ്യാനിക്കുമെന്ന ഒരു തീരുമാനം അവർ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ നിഷേധിച്ച വിഷയങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ് സിഹ്റുമായി ബന്ധപ്പെട്ട വിഷയം, മാരണവുമായി ബന്ധപ്പെട്ട വിഷയം. തങ്ങളുടെ ബുദ്ധിക്കും തങ്ങളുടെ യുക്തിക്കും തങ്ങളുടെ അഭിപ്രായത്തിനും മുൻഗണന നൽകുകയും പരിശുദ്ധ ഖുർആനിലെ സ്ഥിരപ്പെട്ട വചനങ്ങളെയും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന ഇമാം ബുഖാരിയിലും മുസ്ലിമും അടക്കം സ്ഥിരപ്പെട്ടു വന്ന ഒട്ടനവധി ഹദീസുകളെ തങ്ങളുടെ യുക്തിക്ക് യോജിക്കുന്നില്ല, ആധുനിക കാലഘട്ടത്തിന് യോജിക്കുന്നതല്ല, സയൻസിന്റെ പുതിയ കണ്ടെത്തലുകൾക്ക് യോജിക്കുന്നതല്ല എന്നതിന്റെ പേരിൽ അവർ തള്ളുകയും ചെയ്യുന്നു. അതിൽപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ സിഹ്ർ അത് ഫലിക്കുമോ ഇല്ലേ എന്ന വിഷയം. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വ സൗജിഹി വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സിഹ്ർ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയി അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പഠിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ അള്ളാഹു അവിടെ സമർത്ഥിച്ചത് സിഹ്ർ പഠിപ്പിക്കുന്ന ആളുകളുമുണ്ട്, അത് പഠിക്കുന്ന ആളുകളുമുണ്ട്. അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാവുന്നതാകുന്നു. തീർന്നില്ല, ഒരു രസത്തിന് വേണ്ടി പഠിപ്പിക്കാം എന്നതിനപ്പുറം അതിന് മറ്റൊന്നുമില്ല എന്നും അല്ല. പിന്നെയോ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വ സൗജിഹി. ഒരു വ്യക്തിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും തമ്മിൽ തെറ്റിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സിഹ്റുകൾ അവർ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ വെറുതെ പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല, മറിച്ച് അത് പ്രയോഗവൽക്കരിക്കുകയും സമൂഹത്തിൽ അതിന്റെ തഅ്സീറുകൾ, അതിന്റെ ആസാറുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ പെർമിഷനോട് കൂടിയല്ലാതെ, അനുവാദത്തോടു
കൂടിയല്ലാതെ എന്നാൽ ഒരു സാഹിറിനും ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിച്ചേർത്തു. എന്നാൽ ചില ആളുകൾ ഈ ആയത്ത് ഓതുന്നിടത്ത് വലിയ ചില തട്ടിപ്പുകൾ നടത്തുകയും അള്ളാഹുവിന്റെ ആയത്തിലെ മുറാദിനെ തെറ്റിക്കാൻ വേണ്ടി, നേരത്തെ പറഞ്ഞ ആ മുറാദ് ഉണ്ടല്ലോ, ആ മുറാദിനെ തെറ്റിക്കുവാൻ വേണ്ടി ആയത്തിനെ പകുതി വെച്ച് കട്ട് ചെയ്യുകയും വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ, അതുകൊണ്ട് ഒരാൾക്കും ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ പെർമിഷനോട് കൂടിയല്ലാതെ, അതുണ്ടെങ്കിൽ റബ്ബിന്റെ അനുമതി ഉണ്ടെങ്കിൽ അത് സംഭവിക്കും, അള്ളാഹുവിന്റെ ഖളാവും ഖദറും ഉണ്ടെങ്കിൽ അത് സംഭവിക്കും എന്ന് റബ്ബ് പറഞ്ഞ വാചകത്തെ മൂടിവെക്കുകയും എന്നിട്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ആയത്തിനെ പകുതി വെച്ച് നിർത്തി വായിക്കുകയും ചെയ്ത വളരെ ഖേദകരമായ ദുഃഖകരമായ അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തിനെ വിശദീകരിക്കവേ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ഖദീറിൽ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഫീ ഇസ്നാദി തഫ്രീഖ് ഇല السحر وجعل السحر سببا لذلك دليل على أن للسحر تأثيرا في القلوب بالحب والبغض والجمع والفرقة والقرب والبعد. ഈ ആയത്തിൽ തെളിവുണ്ട്. തഫ്രീഖിനെ, ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് സാഹിറുകളുമായി ബന്ധപ്പെടുത്തിയതിൽ തെളിവുണ്ട്. എന്താണ് തെളിവ്? സിഹറിന് ഹഖീഖത്തുണ്ട്, അതിന് യാഥാർത്ഥ്യമുണ്ട് എന്ന്. അത് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കാം. സ്നേഹം, കോപം, അതുപോലെ തന്നെ ഐക്യപ്പെടൽ, ഭിന്നിക്കൽ, അകൽച്ച, അടുപ്പം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും തഅ്സീർ നടത്താൻ സിഹറിന് സാധിക്കും എന്ന് ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ഖദീറിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്നു ഖുദാമ അൽ മഖ്ദസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അൽ മുഗ്നിയിൽ 8ാം വാള്യം 150ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, അസ്സിഹ്റു ഉഖദുൻ വറുഖ വകലാമുൻ യതകല്ലമു ബിഹി സാഹിർ ഔ യക്തുബു ഔ യഅമലു ശൈഅ ഫയുഅസ്സിറു ഫീ ബദനിൽ മസ്ഹൂരി ഔ ഖൽബിഹി ഔ അഖ്ലിഹി മിൻ ഗൈരി മുബാശറത്തിൻ ലഹു വലഹു ഹഖീഖ. തീർച്ചയായും സിഹ്ർ എന്ന് പറഞ്ഞാൽ അത് ചില മന്ത്രങ്ങളും അതുപോലെ തന്നെ ചില കെട്ടുകളും ഇട്ടുകൊണ്ട് സാഹിറന്മാർ ചിലത് പറയലാണ്, ചിലത് എഴുതലാണ്, ചിലത് പ്രവർത്തിക്കലാണ്. അത് ജനങ്ങളുടെ ശരീരത്തിൽ, അതല്ലെങ്കിൽ ആർക്കെതിരാണോ സിഹ്ർ ചെയ്യപ്പെട്ടത് അവരുടെ ശരീരത്തിൽ അത് സ്വാധീനമുണ്ടാക്കും, അവരുടെ ഹൃദയത്തിൽ അത് സ്വാധീനമുണ്ടാക്കും, അവരുടെ ബുദ്ധിയിൽ അത് സ്വാധീനമുണ്ടാക്കും. അതിന് ഹഖീഖത്തുണ്ട്. ഫമിൻഹു മാ യഖ്തുൽ വമാ യുമർറിൽ വമാ യഖുദു റജുല അൻ ഇംറഅതിഹി ഫയംനഉ വതഹ. അതിൽ ചിലത് ഒരാളെ കൊന്നുകളയുന്നതുണ്ട്, അതിൽ ചിലത് രോഗമുണ്ടാക്കുന്നതുണ്ട്, അതിൽ ചിലത് ഭാര്യാഭർത്താക്കന്മാരെ തെറ്റിക്കുന്നതുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു. ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരി ഇമാം നവവിയുടെ ഖൗൽ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വസ്സഹീഹു അന്ന ലഹു ഹഖീഖ, ശരിയായ നിലപാട് തീർച്ചയായും സിഹ്റിന് ഹഖീഖത്തുണ്ട്. വബിഹി ഖതഅൽ ജുംഹൂർ, ലോകത്തിലെ ബഹുഭൂരിപക്ഷം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വഅലൈഹി ആമ്മത്തുൽ ഉലമാ, ഉലമാക്കളിലെ ആമ്മായ എല്ലാ പണ്ഡിതന്മാരും അതാണ് അംഗീകരിച്ചത്. തീർന്നില്ല. വയദുല്ലു അലൈഹിൽ കിതാബു വസ്സുന്നത്തു സ്വഹീഹ മഷ്ഹൂറായ സ്വഹീഹായ ഹദീസുകളും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഇതിന് എമ്പാടും തെളിവാണ് എന്ന് ഇമാം നവവി പറഞ്ഞത് ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ചു. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഈ പണ്ഡിതന്മാർക്കിടയിലൊന്നും ഈ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് പറയാനാണ്. അതുകൊണ്ടാണ് മഹാനായ അമാനി മൗലവി റഹിമഹുല്ലാഹ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന് തുടങ്ങുന്ന സൂറത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, സിഹറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹറും ഇല്ല. കേവലം മനുഷ്യനെ പകിട്ടാക്കുന്ന ചില ചപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗത്തിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയല്ല, ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ തീരുമാനമല്ല, അതിലേക്ക് ചേർത്ത് പറയുന്ന ആളുകൾക്ക് പറയാൻ പറ്റുന്ന വാദവുമല്ല, മറിച്ച് മുഅ്തസിലിയാക്കൾ കൊണ്ടുവന്ന വാദമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനിനും സുന്നത്തിനും എതിരാകുന്നു.
പരിശുദ്ധ ഖുർആനിനും സുന്നത്തിനും എതിരായ നിലപാടാണ്. സിഹറിന് യാഥാർത്ഥ്യമില്ല, അത് ഫലിക്കുകയില്ല എന്ന നിലപാട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ചില ആളുകൾ മുഅ്മിനുൻ ബിസിഹ്റിൻ, സിഹറിൽ വിശ്വസിക്കുന്ന ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ലാ യദ്ഖുലുൽ ജന്ന മുദ്മിനുൽ ഖംർ വ മുഅ്മിനുൻ ബിസിഹ്ർ എന്ന ഹദീസിനെ തെളിവായി പിടിച്ചിട്ട് പറയുകയാണ്, സിഹറിൽ വിശ്വസിക്കുന്ന ആളുകൾ സ്വർഗ്ഗത്തിൽ പോകൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം സിഹറുണ്ട്, അതിന് ഹഖീഖത്തുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ആ വ്യക്തിക്ക് സ്വർഗ്ഗത്ത് പോവാൻ കഴിയില്ല. അതുകൊണ്ട് സിഹറിനെ നിഷേധിക്കേണ്ടതാകുന്നു എന്ന് ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മുറാദിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്കല്ല അത് പഠിപ്പിച്ചത്. മറിച്ച് മുഅ്മിനുൻ ബിസിഹ്റിൻ എന്ന് പറഞ്ഞാൽ സിഹർ അത് ചെയ്യാമെന്നും അത് പ്രവർത്തിക്കാമെന്നും മാരണം ചെയ്യാമെന്നും വിശ്വസിക്കുന്ന ആളുകൾ, അങ്ങനെ അതിന്റെ വക്താക്കളുടെ അടുത്ത് പോകുന്ന ആളുകൾ സ്വർഗത്തിൽ പോവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഏതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അതിങ്ങനെയാണ്, വയൗമ യഹ്ശുറുഹും ജമീഅ സുമ്മ യഖൂലു ലിൽ മലായികതി അഹൗലാഇ ഇയ്യാകും കാനൂ യഅ്ബുദൂൻ ഖാലൂ സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന അക്സറുഹും ബിഹിം മുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ വെച്ച് മലക്കുകളോട് ചോദിക്കും, നിങ്ങളെയായിരുന്നോ ഈ ആളുകളൊക്കെ ആരാധിച്ചിരുന്നത്? അപ്പോൾ മലക്കുകൾ പറയും, ഖാലൂ സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, അവർ നീയാകുന്നു ഞങ്ങളുടെ വലിയ്, അവരല്ല. ബൽ കാനൂ യഅ്ബുദൂനൽ ജിൻ, അവർ ജിന്നുകൾക്കാണ് ഇബാദത്ത് ചെയ്തിരുന്നത്. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, അവരിൽ ബഹുഭൂരിഭാഗവും ജിന്നുകളിൽ വിശ്വസിക്കുന്നവരായിരുന്നു. എന്താ ഈ ആയത്തിന്റെ മുറാദ്? ജിന്നുകളിൽ വിശ്വസിച്ചാൽ അവർ നരകത്തിലാണ് എന്നാണോ? ജിന്നുകളിൽ വിശ്വസിച്ചാൽ അത് മുസ്ലിമിന് പറ്റാത്ത വിശ്വാസം, ശിർക്കിന്റെ ആളുകളുടെ വിശ്വാസം എന്നാണോ? അല്ല, മറിച്ച് ജിന്നുകളിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുറാദ് എന്താണ്? ജിന്നുകളുടെ ആരാധ്യതയിൽ വിശ്വസിച്ചു എന്നാണ്. ജിന്നുകൾക്ക് ഇബാദത്ത് ചെയ്യാമെന്ന് വിശ്വസിച്ചു എന്നാണ്. ജിന്നുകൾക്ക് ഗൈബറിയാം എന്ന് വിശ്വസിച്ചു എന്നാണ്. അല്ലാതെ ജിന്നുകളിൽ വിശ്വസിച്ചതുകൊണ്ട് എന്നല്ല. എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനുൻ ബിസിഹ്റിൻ എന്ന് പറഞ്ഞത് സിഹറിന് ഹഖീഖത്തുണ്ട് എന്ന് വിശ്വസിക്കുക എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ സിഹർ ചെയ്യാം, അതിന്റെ ആളുകളെടുത്ത് പോകാം, സിഹറിനെ ഇല്ലാതെയാക്കാൻ, നിഷ്ഫലമാക്കാൻ, മറു സിഹർ ചെയ്യാം എന്നെല്ലാം വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ സ്വർഗത്തിൽ പോവുകയില്ല എന്ന അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. വമൻ യക്ഫുർ ബിത്താഗൂതി വയുക്മിൻ ബില്ലാഹ്, താഗൂത്തിൽ അവിശ്വസിച്ച് അല്ലാഹുവിൽ വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞാൽ അവിടെ താഗൂത്ത് തന്നെ ഇല്ല എന്ന് പറയലല്ല. പിന്നെയോ താഗൂത്തുകളുടെ ആരാധ്യതയെ നിഷേധിച്ച് അല്ലാഹുവിന്റെ ആരാധ്യതയെ മാത്രം സ്ഥാപിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്രകാരമുള്ള ആയത്തുകളുടെയും ഹദീസുകളുടെയും മത്നിന്റെ മുറാദുകൾ പരിശോധിക്കാതെ ആയത്തും ഹദീസും മാത്രമെടുത്ത് തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സിഹറിന് ഹഖീഖത്തില്ല എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ബുഖാരിയിലും മുസ്ലിമിലും സ്ഥിരപ്പെട്ട ഹദീസുകളെ തന്നെ ദുർവ്യാഖ്യാനിക്കാൻ പ്രേരകമായി തീർന്നിട്ടുള്ളത്. ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ടെങ്കിലും സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് മറ്റു പ്രഭാഷകന്മാർ ഇവിടെ സംസാരിക്കും. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഒരു തത്വമുണ്ട്. ഈ തത്വത്തിൽ നിന്ന് ഏത് സംഘം, ഏത് സംഘടന, ഏത് വിഭാഗം, ഏത് വ്യക്തി എപ്പോൾ വ്യതിചലിക്കുന്നുവോ അയാളുടെ കാര്യം വലിയ പരിതാപത്തിലും നഷ്ടത്തിലുമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ലൈസൽ അജബു ലിമൻ ഹലക കൈഫ ഹലക വലാകിന്നൽ അജബ് ലിമൻ നജാ കൈഫ നജാ. ഒരു വ്യക്തി, നശിച്ച വ്യക്തി എങ്ങനെ നശിച്ചു എന്നത് വലിയ അത്ഭുതമുള്ള കാര്യമല്ല. കാരണം നശിക്കാനുള്ള വഴികൾ എമ്പാടുമാണ്. എന്നാൽ രക്ഷപ്പെട്ട വിഭാഗം എങ്ങനെ രക്ഷപ്പെട്ടു എന്നതാണ് അത്ഭുതം. 73 കക്ഷികളായി പിരിയുന്ന ആളുകളിൽ നിന്ന് ശരിയായ ഹക്കിന്റെ സ്രോതസ് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്ന മഹത്തായ തൗഫീഖാണ്. ആ തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സകല സന്ദർഭത്തിലും നമ്മളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവേണ്ടത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം
മുസ്തഖീം എന്ന് എന്തിനാണ് ഹിദായത്തിലായ മുസ്ലിം പ്രാർത്ഥിക്കുന്നത് എന്ന് ചില സഹോദരന്മാർ ചോദിച്ചു കേട്ടിട്ടുണ്ട്. അറിയുക, അവിടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിലൂടെ നയിക്കണമേ എന്ന് പറയുന്നിടത്ത് അതിന്റെ വ്യാഖ്യാനം കൂടി മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അല്ലാഹുമ്മ സബ്ബിത്നാ അലസ് സിറാത്തിൽ മുസ്തഖീം, അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ റബ്ബേ എന്നാണ്. സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ മരണം വരെ, അവസാന ശ്വാസം വരെ നിലകൊള്ളാനുള്ള തൗഫീഖ് ലഭിക്കണമേ എന്നാണ് ആ പ്രാർത്ഥന ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഇസ്റാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ വഹ്ദിനി ലിമാ ഇഖ്തലഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. ജിബ്രീലിന്റെ, മീകായീലിന്റെ, ഇസ്റാഫീലിന്റെ, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബേ, ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന നാഥ, എന്നെ നീ ശരിയായ വഴിയിലൂടെ നടത്തണമേ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും മൻഹജും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുക. ശരിയായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.